അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാം നോർത്ത് ഇന്ത്യൻ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഗുലാബ് ജാം. അപ്പൊ അതും അമ്മച്ചി സ്പെഷ്യലാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മച്ചിയൊന്നും ഗുലാബ് ജാം ഉണ്ടാക്കില്ലായിരുന്നു. അത് അല്ലാതെ പിന്നെ ഞാനും അതെ, ആദ്യമൊന്നും ഗുലാബ് ജാം ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്ന ആളല്ല, മധുരത്തിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എന്തായാലും ഇപ്പൊ ദീപാവലി ഒക്കെ അല്ലേ, സ്വീറ്റ്സ് ഇതിൽ കുറവാണ്. ഞാൻ അപ്പൊ വിചാരിച്ചു ഒരു ദീപാവലി ആയിട്ട് സ്വീറ്റ്സ് ആയിട്ട് കിടക്കട്ടെ ഗുലാബ് ജാമുൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം ഉണ്ടാക്കാൻ നോക്കാം. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇപ്പോഴും പറയുന്ന പോലെ, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവുങ്ങി. പിന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, താഴെയുള്ള വീഡിയോസ് കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ, വ്യൂസ് കുറവാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഗുലാബ് ജാമുവിന്റെ പണി തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി എത്ര എടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ മെഷർമെന്റ്സ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടിയിലേക്ക് നമുക്ക് ആദ്യം നെയ്യ്, അതായത് ഗീ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗീ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യ് എല്ലായിടത്തേക്കും. ഇതുണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന്റെ അളവും കാര്യങ്ങളും അതുപോലെ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല, അത് വാട്ടറിലൊക്കെ കിടന്ന് ആ ഒരു ക്ഷീര വാട്ടറിൽ കിടന്നിട്ട് ശരിക്ക് സിറപ്പൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പൊ ഇത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈദപ്പൊടി, വളരെ കുറച്ച് മൈദപ്പൊടി അത് ചേർത്ത് കൊടുക്കുക. എല്ലാം ഞാൻ മെഷർമെന്റ് സ്പൂണിൽ അളവിൽ കറക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പൊ അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് റവയാണ്. റവയുടെ കാര്യം പറയാനാണെങ്കിൽ വളരെ കുറച്ചേ വേണ്ടൂ. അത് ഇത്തിരി വെള്ളത്തിൽ ഞാനൊന്ന് കുതിർത്തിയെടുത്തതാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റവ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ ഈ മാവിലേക്ക് റവ ചേർത്തതിന് ശേഷം നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചു നേരം വെക്കുമ്പോൾ ഈ റവ നമ്മൾ വെറുതെ ചേർക്കുകയാണെങ്കിൽ ഈ മാവിലെ വെള്ളം എല്ലാം വലിച്ചെടുക്കും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുതിർത്ത് ചേർക്കുകയാണെങ്കിൽ ഈ നമ്മളിതിൽ മാവിൽ വെള്ളം കലക്കി വെക്കുന്നത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അത് ഉണ്ടാക്കുന്ന നേരത്തും ഉരുട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ചപ്പാത്തി പോലെ നല്ല കട്ടിച്ച് വരും അതിന്റെ മാവ്. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ കൂട്ടിയിട്ട് തന്നെ ഈ റവ ഒന്ന് കുതിർത്തെടുക്കുന്നത്. അതിനെടുത്ത ഒന്നുകൂടി നല്ലതാണ്. ഇനി പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യം കുറവാണെങ്കിൽ നിങ്ങൾ റവ ഡയറക്റ്റ് ചേർത്താലും പ്രശ്നമില്ല. ഇനി ഈ റവയും ഈ മാവും എല്ലാം ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് പാല്, തണുത്ത പാല് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. പരുവം ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ആദ്യം നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇത്തിരിച്ച് ചേർത്ത് കുഴച്ച് നോക്കുക. അതിനനുസരിച്ച് വെള്ളം കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നോക്കുക നിങ്ങൾ. ഞാനിപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം അത് എല്ലാത്തിലേക്കും ഒരുപോലെ തന്നെയാണ് വരാറ്. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് കൈവച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ പാൽപ്പൊടി അത്യാവശ്യം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇതിൽ വെള്ളം അധികമാണ്. പേടിക്കണ്ട, ഇതുപോലെ ഇരിക്കണം നമ്മുടെ മാവ്. ഇത്തിരി കയ്യുമ്മയൊക്കെ ഒട്ടിയിട്ട്, എന്നാലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന നേരത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇത് അധികം നമ്മൾ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ടിട്ട് അധികം ഉരയ്ക്കേണ്ട. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഓൾറെഡി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്ന കൂട്ട് തന്നെയാണ്. ഈ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ആ കാര്യം ഇട്ട് കൊടുത്തത് ഉണ്ടാവില്ല, നമ്മൾ ഇട്ട് കൊടുത്തതിന്റെ കാര്യം. അപ്പോൾ ഇത് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ആദ്യം തന്നെ. അതുകൊണ്ട് ഇനി അധികം ഒന്നും നമ്മൾ പണിയെടുക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം, ഇത്തിരി നേരം കൂടിപ്പോയാലും കുഴപ്പമില്ല, ചുരുങ്ങിയത് ഒരു 15 മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. ഈ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ഇതിലെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ പരിവൊക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഒരു സ്പൂൺ എടുക്കാം. ഇങ്ങനെ ഇച്ചിരി കുഴിയുള്ളതാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ അതിൽ കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും.
എന്നിട്ട് ഇതുകൊണ്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക അതിലേക്ക്. അപ്പം നമുക്ക് ഗുലാബ് ജാമിൻ്റെ അളവ് ഒന്നിൻ്റെ അളവ് വേറെ ഒന്നിൻ്റെ അളവ് വേറെ ആയിട്ട് പോവില്ല. കറക്റ്റ് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇത് കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ അടിയിൽ വെക്കുക. നല്ല ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇപ്പം ഞാനിതിവിടെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ക്രാക്സ് ഒന്നും വീണിട്ടില്ല. ഇതിൻ്റെ ചുറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇത് കുറച്ച് മാവല്ലേ ഉള്ളൂ, അപ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അതാണ് ചെറുതായിട്ട് നല്ല ഭംഗിയിൽ ഉള്ളതായിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മാവുതിലത്തെ ഉരുള ഉരുട്ടിയിട്ട് വെച്ചതിന് ശേഷം ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ നമ്മുടെ ആ ബോൾസ് എല്ലാം ഞാനിവിടെ നല്ല വൃത്തിക്ക് ഒരു ക്രാക്കും ഇല്ല അതിൻ്റെ മീതെ നല്ല നീറ്റായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ തീ വെക്കണം. എപ്പോഴും ഹൈയിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവണ നേരം വരെ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല വൃത്തിയിൽ. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കണേ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഗീയിൽ, അതായത് നമ്മുടെ നെയ്യിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം. അതിപ്പോൾ വളരെ കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ട് വളരെ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തോന ചെയ്യുമ്പോൾ വലിയ പാത്രമൊക്കെ വെച്ച് നല്ല ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേണം കേട്ടോ വറക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഒന്ന് ലൈറ്റായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോരോ ഇത് നമ്മൾ ബോൾ ഉരുട്ടി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കാൻ നോക്കാം. പിന്നെ ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്ന നേരത്ത് വളരെ ചെറിയ ബോൾസ് ആയിരുന്നു. ഇപ്പോൾ കണ്ടോ, അത് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങളൊരു മീഡിയം ലെവലിലൊക്കെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. പിന്നെ തീ നല്ലോണം കുറച്ചിടണം, അല്ലെങ്കിൽ ഉള്ളിൽ ഇത് വേവില്ല. നമുക്ക് നല്ലോണം തീ കുറച്ചിടണേ. ഇത് നല്ലോണം മൊരിഞ്ഞ് വരുന്ന നേരത്ത് നമ്മളിത് കോരി മാറ്റിയിട്ട് അപ്പം തന്നെ നമ്മുടെ പഞ്ചസാര ലായനി ഉണ്ടാക്കി വെച്ചിലേക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇതുവരെ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇത് ഫ്രൈ ചെയ്ത് എല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ലായനി തയ്യാറാക്കാറ്. കാരണം ഇതൊന്ന് ചൂടാറണം. നമ്മൾ ഡയറക്റ്റ് ഈ ചൂടോട് കൂടി ഇടുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ആ പാനി കയറി ചെല്ലില്ല. നമ്മളത് ഒരു 4-5 മിനിറ്റോളം നമ്മൾ പുറത്ത് വെച്ച് ഇതൊന്ന് ചൂടാറണം. ആ ഓയിലൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇടാവും. അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് അറിയാന്ന് വെച്ചാൽ, ഉള്ളിൽ വെന്തു എന്നുള്ളത് അറിയാന്ന് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു കുണ്ടുള്ള പാത്രം ആയതുകൊണ്ടാണ് ഇത് ഓടിക്കളിക്കാൻ നമുക്ക് കാണാത്തത്. ഇത് ഒരെണ്ണം മാത്രം അതിൻ്റെ ഉള്ളിലിട്ട് അതിങ്ങനെ ഓടിക്കളിക്കും ബോൾ പോലെ. ഇതിപ്പോൾ ആ കുഴിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് അറിയണില്ല. പരന്ന പാത്രമാണെങ്കിൽ അത് അറിയാം. ഇത് പാട്ടിയിൽ കൂടെ നമ്മുടെ സ്പൂൺ ഇങ്ങനെ കടന്നു പോകും. ഇതിങ്ങനെ മുകളിലേക്ക് അതിൻ്റെ ഉള്ളിലത്തെ വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എണ്ണയൊക്കെ നല്ലോണം വാർത്തി കളഞ്ഞ് ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും കൂടി വറുത്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതാണെങ്കിലും ഉണ്ടാക്കി വന്നപ്പോഴത്തേനും നല്ല വലിപ്പമുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാം ഞാൻ ആ ഉരുട്ടി വെച്ചിരുന്നതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം മതി പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ തുടങ്ങില്ല. കാരണം അത്രയും നേരം ഇത് അവിടെ ഇരുന്ന് തണുക്കട്ടെ, അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ അല്ലെങ്കിൽ സോസ് പാൻ ഏതായാലും കുഴപ്പമില്ല, ഒരു പാനിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കുക അതിലേക്ക്. വീണ്ടും ഞാൻ പറയാണ്, എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനൊപ്പം തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അധികമൊന്നും വേണ്ട, കുറച്ച് മതി, അധികമായി പോകണ്ട. ആ പഞ്ചസാരയിലും എല്ലാം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോരാനാണ്. കുരു എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാതെന്ന്, ഈ നാരങ്ങയുടെ കുരു ഉണ്ടെങ്കിൽ. ഇനി ഇതൊന്ന് നല്ല തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പഞ്ചസാര ലായനി നല്ല തിളച്ച് വരുന്നുണ്ട്. ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിൽ വല്ല ഈ പഞ്ചസാരയിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ മേടിക്കുന്ന പഞ്ചസാരയിൽ അധികം ഉണ്ടാവാറില്ല, നാട്ടിലെ പഞ്ചസാരയിലാണ് കൂടുതൽ കണ്ടേക്കണത്. അഴുക്കുണ്ടെങ്കിൽ ഇങ്ങനെ പത പോലെ വരും, അത് കോരി കളയുക ചെറുനാരങ്ങ ചേർത്തതിന് ശേഷം. ചളി ഉണ്ടെങ്കിൽ, അതായത് അഴുക്കുണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം കേട്ടോ. എനിക്ക് അതിൻ്റെ ആ ഒരു മണം അത്ര ഇഷ്ടമല്ല. എനിക്ക് ഏലക്കായുടെ മണം മാത്രമേ ഇതിൽ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ്.
ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ്. അതിന്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, കുങ്കുമപ്പൂവിന്റെ. കാരണം നല്ല വിലയാ സാധനത്തിന്. അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കല്ലിലിട്ട് ഉരയ്ക്കുമ്പോഴത്തേനും പകുതി മുക്കാലും കല്ലുമ്മ പിടിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ പൊടിയായിട്ട് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊടിക്കാനും ചതയ്ക്കാനും നിൽക്കണ്ടല്ലോ. അപ്പൊ ഞാനിത് ഇങ്ങനെ ഒരു ടിന്ന് കുങ്കുമപ്പൂവിന്റെ ഒരു ടിന്ന് പൊടിയുടെ മേടിക്കാൻ കിട്ടണത്. ഇതിന്ന് ഒരു തൈരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതാണ് അതിന്റെ പൊടി, ഞാനൊരു തൈരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഈ കളറിന് നല്ലൊരു പ്രത്യേക ഭംഗി കിട്ടും. ഇപ്പൊ നമ്മുടെ പഞ്ചസാര എല്ലാം അതിലത്തെ മെൽട്ടായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലാക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓരോ ബോളുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ചോട്ടെ, കുഴപ്പമില്ല, അധികം തിളപ്പിക്കരുത്. നമ്മൾ എണ്ണീട്ട് കറക്റ്റ് ഒരു 5 സെക്കൻഡ് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ നമുക്കതൊരു മൂടി വെച്ചിട്ട്, നല്ലൊരു എയറൊന്നും പോവാത്ത ഒരു മൂടി വെച്ചിട്ട് അത് നല്ല ഒന്ന് അടച്ചു വെക്കുക. ഇതങ്ങനെ ഇനി തന്നെ അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് തുറക്കാനൊന്നും നിൽക്കരുത്. ഒരു 2 മണിക്കൂർ 1 മണിക്കൂറോളം പഞ്ചസാര ലൈനിൽ സോക്ക് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഗുലാബ് ജാമ് നല്ല എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് സിറപ്പൊക്കെ കുടിച്ച് നല്ല ഉണ്ടുമണിയായിട്ടാണ് കിടക്കണേ. കണ്ടോ സിറപ്പ് വരുന്ന ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാം നോർത്ത് ഇന്ത്യൻ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഗുലാബ് ജാം. അപ്പോൾ അതും അമ്മച്ചി സ്പെഷ്യലാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മച്ചിയൊന്നും ഗുലാബ് ജാം ഉണ്ടാക്കില്ലായിരുന്നു. അത് അല്ലാതെ പിന്നെ ഞാനും അതെ ആദ്യമൊന്നും ഗുലാബ് ജാം ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്ന ആളല്ല, മധുരത്തിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ദീപാവലി ഒക്കെ അല്ലേ, സ്വീറ്റ്സ് ഇതിൽ കുറവാണ് ഞാൻ. അപ്പം വിചാരിച്ചു ഒരു ദീപാവലി ആയിട്ട് സ്വീറ്റ്സ് ആയിട്ട് കിടക്കട്ടെ ഗുലാബ് ജാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം ഉണ്ടാക്കാൻ നോക്കാം. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവുങ്ങി. പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാം നോർത്ത് ഇന്ത്യൻ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഗുലാബ് ജാം. അപ്പോൾ അതും അമ്മച്ചി സ്പെഷ്യലാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മച്ചിയൊന്നും ഗുലാബ് ജാം ഉണ്ടാക്കില്ലായിരുന്നു. അത് അല്ലാതെ പിന്നെ ഞാനും അതെ ആദ്യമൊന്നും ഗുലാബ് ജാം ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്ന ആളല്ല, മധുരത്തിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്.